ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കയറ്റങ്ങളിൽ ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുമായിട്ട് നിൽക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാർ ഡ്രൈവിങ്ങിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ ഡ്രൈവിങ്ങിൽ വലിയ കയറ്റങ്ങളെ പേടിക്കുന്നവരാണ്. അതായത് വലിയ കയറ്റങ്ങളിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വലിയ കയറ്റം കയറുന്ന സമയത്ത് പെട്ടെന്ന് വാഹനം അങ്ങോട്ട് ഓഫായി പോകുന്ന ഒരു പ്രശ്നം പലർക്കും വരാറുണ്ട്. ഇത്തരത്തിൽ വാഹനം ഓഫായി പോവുകയോ അല്ലെങ്കിൽ വലിയ കയറ്റത്തെ വാഹനം പെട്ടെന്ന് നിർത്തിയിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്ത് വാഹനം നിൽക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് കൃത്യമായിട്ട് മുന്നോട്ട് നീക്കാനായിട്ട് പലർക്കും അറിയത്തില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി നേരെ ബാക്കിലേക്ക് റോളായി പോകുന്ന ഒരു പ്രശ്നം വലിയ കയറ്റത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നല്ല വലിയ കയറ്റങ്ങളിൽ നിങ്ങളുടെ വാഹനം എവിടെ നിൽക്കുന്നോ ആ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് വണ്ടി ബാക്കിലേക്ക് പോകാതെ തന്നെ അല്ലെങ്കിൽ വണ്ടി ഓഫാകാതെ തന്നെ വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ക്ലച്ചുമായി ബന്ധപ്പെട്ടും ആക്സിലറേഷനുമായി ബന്ധപ്പെട്ടും മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ല വലിയ കയറ്റത്തിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കയറ്റങ്ങളിൽ ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുമായിട്ട് നിൽക്കുന്നത്. നല്ല വലിയൊരു കയറ്റവും മുൻവശത്തായിട്ടൊരു വാഹനവും ഉണ്ട്, അതുപോലെ തന്നെ തൊട്ടു പുറകിലായിട്ടൊരു വണ്ടിയും കിടപ്പുണ്ട്. നല്ല വലിയ കയറ്റവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ വാഹനം കൊണ്ടുപോയി നിർത്തിയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ വരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മുന്നിലും പിന്നിലും ഇതുപോലെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കയറ്റങ്ങളിൽ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് പലർക്കും വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്ന പ്രശ്നം വരും. പുറകിലേക്ക് വണ്ടി ഉരുണ്ടുപോകും. പുറകിലേക്ക് ഉരുണ്ടുപോയി കഴിഞ്ഞാൽ പുറകിൽ പോകുന്ന വാഹനത്തെ ഇപ്പോൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ സിറ്റുവേഷനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കയറ്റത്ത് വണ്ടി എടുക്കുക അല്ലെങ്കിൽ വലിയ കയറ്റത്ത് വണ്ടി എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും ആക്സിലറേറ്റർ പെഡലിലേക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യം നിങ്ങൾ കയറി ബ്രേക്ക് ചവിട്ടുക. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്രേക്ക് ചവിട്ടുക. ഒരു കാരണവശാലും ആദ്യം കയറി ക്ലച്ച് ചവിട്ടരുത്, വണ്ടി ബാക്കിലേക്ക് റോളാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക ഇതുപോലെ. എന്നിട്ട് ഇടത്തെ കാല് നിങ്ങൾ ക്ലച്ച് പെഡലിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തുക. അപ്പം നമ്മുടെ വണ്ടി നേരെ ബാക്കിലേക്ക് ഒരു ഇത്തിരി ഒന്ന് അനങ്ങുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ഗിയറുമായിട്ടുള്ള ഒരു പിടുത്തം ഇപ്പം വിട്ട് കിടക്കുന്നു. ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ താക്കോൽ ഓൺ ആക്കുന്നു. ശേഷം എന്ത് ചെയ്യണം, വാഹനം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. വലത്തേക്കാലം ഞാനിവിടെ ഫ്രീ ആക്കിയേക്കാണ്. ഇടത്തേക്കാല് ഫ്രീ ആക്കി ബ്രേക്ക് ചവിട്ടിയിട്ടുകൊണ്ട് ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി പുറകിലേക്ക് ഉരുണ്ടു പോകാതെ നമുക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ബ്രേക്കിൽ കാല് വെക്കുക. പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇതുപോലെ ബ്രേക്കിൽ കാല് വെച്ചിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് ഇങ്ങോട്ട് അയച്ചു വരും. അയച്ച് ഇതേ ഹാഫ് ക്ലച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അറിയാതെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒന്നെങ്കിൽ അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും. അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാനായിട്ട് ഈ ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് ബ്രേക്ക് എന്ന കാലഘട്ടത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് നിന്ന് പോകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് വണ്ടി ഓഫായിട്ട് പോകുന്ന ഒരു പ്രോബ്ലമാണ് പലർക്കും വരുന്നത്. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ഈ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലിങ്ങോട്ട് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ വന്നു തുടങ്ങുന്ന ആ പോയിന്റ് മുതൽ നിങ്ങൾ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ക്ലച്ചിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇടത്തെ കാല് ക്ലച്ച് ബാലൻസ് ചെയ്യുക വിറയിൽ വരുന്ന സമയം തന്നെ. എന്നിട്ട് വീണ്ടും പതിയെ ക്ലച്ചിൽ നിന്നും ഒന്നും കൂടെ അയക്കുക. അപ്പം നമ്മളുടെ വാഹനം കുറച്ചും കൂടെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നിങ്ങൾ പെട്ടെന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ഈ മുന്നോട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്തേക്കുന്ന ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് ഉണ്ടല്ലോ, ആ വിറയൽ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഒരു ഇത്തിരി അയക്കണം. അതായത് ഒത്തിരി അയക്കരുത്, ഒരു പൊടിക്ക് അയക്കണം. പൊടിക്ക് അയക്കുമ്പോൾ നമ്മുടെ വാഹനം ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് കയറ്റത്ത് നിൽക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടി. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത്
നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പൊട്ടിക്ക് അയക്കണം. അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നതും ക്ലച്ചിൽ നിന്ന് അയക്കുന്നതും ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ ഞാനതുകൊണ്ട് ആ വിറയൽ പോയിന്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് നമ്മളത് ബാലൻസ് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ആക്സിലറേഷൻ കൊടുത്തു. ആക്സിലറേഷൻ കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു, ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്ക് കാലയച്ചു. അപ്പോൾ നമ്മുടെ വാഹനം ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഇതുകൊണ്ട് ഈ കയറ്റത്ത് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ പുറകിലേക്ക് പോകുന്നില്ല, കണ്ടോ, ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല. വാഹനം വളരെ ഫ്രീ ആയിട്ട് ക്ലച്ചിലും ആക്സിലറേഷനുമാണ് നിൽക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇതുണ്ട് പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ മുന്നോട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് വണ്ടി ഞാൻ ഇവിടെ ചവിട്ടി നിർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ആ വിറയൽ പോയിന്റ് അടുത്ത് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് റിലീസ് ചെയ്യും. പൊടിക്ക് റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വാഹനം നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പലർക്കും സംഭവിക്കുന്ന ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലും കൊണ്ട് എടുക്കും, പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ക്ലച്ചിൽ നിന്ന് നിങ്ങൾ കാല് അയക്കുന്നത് കൂടുതൽ അയക്കാനും പാടില്ല, അതുപോലെ തന്നെ ഒറ്റയടിക്ക് പെട്ടെന്ന് അയക്കാനും പാടില്ല. അയക്കുന്നത് വളരെ ഒരു നേർത്ത അളവിൽ മാത്രമേ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാവുള്ളൂ. ഇത് നിങ്ങൾ ചെറിയ കയറ്റങ്ങളിൽ വാഹനം നിർത്തിയിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അതായത് ബ്രേക്കിലും ക്ലച്ചിലും കാല് ഇതുപോലെ വെക്കുന്നു, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ ആ വിറയൽ പോയിന്റ് നമ്മളിതിവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്ക് കാലയച്ചു. അപ്പം നമ്മുടെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനും കയറ്റത്ത് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ഇതുപോലെ നമ്മുടെ ഒരു വാഹനത്തെ നമുക്ക് കയറ്റത്തെടുക്കാനായിട്ട് കഴിയും. അത് എത്ര വലിയ കയറ്റത്തും എടുക്കാനായിട്ട് കഴിയും. വണ്ടി പുറകിലേക്ക് പോകത്തുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലച്ചിനെ കുറിച്ചും ആക്സിലറേഷനെ കുറിച്ചും നിങ്ങൾ അറിയാത്തൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് അപ്പം ഞാൻ ഈ കാണിച്ചു തന്ന ആ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ട്രാഫിക്കുള്ള കയറ്റങ്ങളിൽ, വലിയ കയറ്റങ്ങളിൽ, അതുപോലെ ഏത് കയറ്റത്തും നിങ്ങൾക്കൊരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.